ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 9. ദേവിക പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ആദിയുടെ മുഖത്ത് നോക്കുന്തോറും അവൾക്ക് അവളുടെ ചിരി സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അതുപോലെയായിരുന്നു മഹർഷിയുടെ മുഖം തത്തക്കുഞ്ഞി ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചത്. നെറ്റിയിൽ ത്രികോണാകൃതിയിൽ പച്ച നിറത്തിലുള്ള പൊട്ട്, അതിനു ചുറ്റുമായി പല നിറങ്ങൾ കൊണ്ട് വരച്ചു വെച്ചിരിക്കുന്ന കുത്തുകളും വരകളും, കണ്ണിന് ചുറ്റും തേച്ചു പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന കറുത്ത പെയിൻറ്. അതിലുമൊക്കെ വിശേഷമാണ് അവൻ്റെ ഇരു കവിളിലുമായി പെണ്ണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇടത്തെ കവിളിൽ കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളും കായ്കളും ചെറിയ ആപ്പിളും ഒക്കെയായി മൊത്തത്തിൽ കളർഫുൾ ആക്കിയിട്ടുണ്ട്. വലത്തെ കവിളിൽ മഞ്ഞ നിറമുള്ള ഒരു വീടാണ്, അതിലും ബഹുകേമം. മൊത്തത്തിൽ പറഞ്ഞ കുഞ്ഞിപ്പെണ്ണിൻ്റെ കലാവാസന മുഴുവനും അവളുടെ അപ്പൻ്റെ മുഖത്ത് പകർത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സാരം. മഹർഷിയുടെ താടി എടുത്തു കളഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ടെന്നത് മറ്റൊരു സത്യം. എന്താടി ഇത്രയ്ക്കും ചിരിക്കാൻ? പെണ്ണിൻ്റെ ചിരി ഉടനെ ഒന്നും നിൽക്കുന്നില്ല എന്ന് മനസ്സിലായതും ആദ്യ കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നടന്നു ചെന്നു. പക്ഷേ അപ്പോഴും അവനെ അത്ഭുതപ്പെടുത്തിയത് തെല്ലും വെപ്രാളമില്ലാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവികയാണ്. അവന് അത്ഭുതം അമ്പരപ്പും തോന്നി. കാരണം തൻ്റെ തലവെട്ടം കണ്ടാൽ മുട്ടുകാലിട്ടിരിക്കുന്നവളാണ്. താനൊന്ന് അരികിലൂടെ പോയാൽ പോലും പരവേശപ്പെട്ടുകൊണ്ട് മുഖം കുനിച്ച് നിൽക്കുന്നവളാണ്. അതുമാത്രോ, എന്തെങ്കിലും ഒന്ന് ആ മുഖത്ത് നോക്കി ചോദിച്ചാൽ തുള്ളൽ പനി പിടിച്ചവരെ പോലെ ഒന്ന് വിറയ്ക്കുന്നവളാണ്. ആ അവളാണ് തൻ്റെ താൻ അടുത്ത് ചെന്നിട്ടും എന്താന്ന് ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചിട്ടും തന്നെ ശ്രദ്ധിക്കാൻ നിന്ന് കിണിക്കുന്നത്. ചെക്കൻ്റെ മുഖം പൊടുന്നനെ കൂർത്തു. കാര്യം അവളുടെ ഈ കളിയും ചിരിയും സന്തോഷമൊക്കെ കാണുമ്പോൾ ഉള്ളം വല്ലാതെ തണുക്കുന്നുണ്ടെങ്കിലും അവൾ തന്നെ നോക്കി ചിരിക്കുന്നതിൻ്റെ കാരണം അറിയാനുള്ള ആഗ്രഹമാണ് ആദിക്കപ്പോൾ മുന്നിട്ട് നിന്നത്. എന്താടി, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയാൻ നിനക്കറിയില്ലേ? ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവൻ ഗൗരവത്തിൻ്റെ മുഖം മൂടിയെടുത്തണിഞ്ഞു. അത് സാറിൻ്റെ മുഖത്ത്. അവൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് എന്തൊക്കെയോ പറയുവാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിരി നിയന്ത്രിച്ചുകൊണ്ട് അവൾക്കത് പറയുവാനായി സാധിച്ചില്ല. എന്താടി എൻ്റെ മുഖത്ത്? ഇത്തവണ ആദിയുടെ നെറ്റി ഒന്ന് ചുളിയുകയും അവൻ്റെ വലങ്കൈ വിരലുകൾ സ്വന്തം മുഖത്തൂടെ ഒന്ന് തൊട്ടൊഴുകുകയും ചെയ്തു പോയി. ഇതെന്താ? ഇതെങ്ങനെ വന്നു? അപ്രതീക്ഷിതമായി വിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്തൊക്കെയോ നിറക്കൂട്ടുകൾ കണ്ടപ്പോൾ ആദിക്ക് പെട്ടെന്നൊരു അമ്പരപ്പ് തോന്നി. കൂടെ ചെറിയ രീതിയിലുള്ള പരിഭ്രാന്തിയും. മുഖത്ത് എന്തിൻ്റെയൊക്കെയോ പെയിൻറ്. ചെക്കൻ്റെ ഗൗരവത്തോടെയുള്ള മുഖം കണ്ടതും അവൾ ചിരി പുറത്തേക്ക് വിടാതിരിക്കുവാനായി ചുണ്ടുകൾ രണ്ടും മെല്ലെ പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ചു വെച്ചു. അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു ആദ്യ വാഷ്റൂമിലേക്ക്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നവന് ഹൃദയസ്തംഭനം വരാതിരുന്നത് ഭാഗ്യം. സൂചി കുത്താൻ ഇടമില്ലാത്തതുപോലെയായിരുന്നു പെയിൻറ്റിൽ കുളിച്ചിരിക്കുന്ന അവൻ്റെ മുഖം. വെറുതെയല്ല ഈ പെണ്ണ് നിന്ന് ചിരിച്ചത്. ടാപ്പിൽ നിന്നും വരുന്ന വെള്ളം കൈക്കുമ്പിളിൽ പിടിച്ച് കോരി കോരി അവൻ മുഖത്തേക്കൊഴിച്ച്. എന്നിട്ടും പോകാതിരുന്ന ചായക്കൂട്ടുകളെ ചെക്കൻ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞു. ശേഷം വീണ്ടും അവൻ കണ്ണാടിയിലേക്ക് ചാഞ്ഞും ചെരിഞ്ഞും നിന്ന് നോക്കി. വരയും പുള്ളിയും എല്ലാം പോയിട്ടുണ്ടെങ്കിലും മുഖത്തെന്തോ ഒരു നിറവ്യത്യാസം. അതുമാത്രമല്ല, കഴുക്കിൻ്റെ ശക്തി കൊണ്ട് ദേഹം മുഴുവൻ നനഞ്ഞിട്ടുമുണ്ട്. ഇട്ടിരിക്കുന്ന ടീഷർട്ട് തലവഴി ഊരി എറിഞ്ഞിട്ട് ഷവറിനടിയിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കുറുമ്പിയെ ഓർത്ത് ആദിക്ക് ചിരി പൊട്ടിയിരുന്നു. എൻ്റെ തത്തമ്മേ, നിൻ്റെ മർഷിക്ക് തന്നെ നീ പണി തന്നല്ലോടി. എന്നാലും സാരമില്ല, നിൻ്റെ അമ്മയ്ക്കും ചിരിക്കാനറിയാമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ, അത് മതി. ആദിയുടെ കാതിലപ്പോഴും ദേവികയുടെ കുപ്പിവള കിലുങ്ങുന്നത് പോലെയുള്ള ചിരിയായിരുന്നു. ചിരിക്കുമ്പോൾ ചെറുതായ ആ കണ്ണുകളും ഇടത്തെ കവിളിൻ്റെ നടുവിൽ ആരും കാണാതെ ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ച നുണക്കുഴിയും, വലത്തെ അറ്റത്തായി നിരതെറ്റി വളർന്നിറങ്ങി നിൽക്കുന്ന ഒരു കോന്തം പല്ലും, പിന്നെ എന്തൊക്കെയോ ആദ്യം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ചൂട് പിടിച്ച ഉന്മത്തമായ ചിന്തകൾ തൻ്റെ ശരീരത്തെയും ചൂട് പിടിപ്പിക്കുമെന്ന് ഭയന്നതുകൊണ്ടാവാം നേർത്ത മഴനൂലുകൾ പോലെ പെയ്യുന്ന വെള്ളത്തിനടിയിലേക്ക് കുറേയേറെ നേരം അവൻ നിന്നു കൊടുത്തത്. ഇരു പൈപ്പത്തികളും ചുവരിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തിരി മുന്നോട്ടേക്കാഞ്ഞ് ഷവറിന് കീഴെ നിലയുറപ്പിച്ചവൻ ഒട്ടൊരു ചിരിയോടെ. എൻ്റെ ദേവി, പ്രണയമായിരുന്നു അവൻ്റെ ഉള്ളം നിറയെ. ആദിയുടെ മുടിയിഴകളിലൂടെ താഴേക്കൊഴുകി ചെറുചാലുകൾ തീർത്ത വെള്ളത്തുള്ളികൾ അവൻ്റെ നെറ്റിയും മൂക്കും കവിളും കഴുത്തും ഒക്കെ കഴിഞ്ഞ് ഇടത്തെ നെഞ്ചിന് മുകളിൽ കുത്തിയ
ടാറ്റുവിനെ നനച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോന്നു. ആരും എന്നെ തേടി വരരുത്. എനിക്ക് ജീനയില്ലാതെ പറ്റില്ല. ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് തെറ്റായിരിക്കാം, പക്ഷേ അതിലൊക്കെ എനിക്ക് എൻ്റേതായ ശരികളുണ്ടെന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. എന്നെ ഈശ്വരൻ പടച്ചു വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതെൻ്റെ തെറ്റല്ലല്ലോ. ജീന, അവൾ മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ, കൂടെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ, സ്നേഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തേടി വരരുത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എങ്ങനെയെങ്കിലും ഇനി ജീവിച്ചോട്ടെ. എനിക്കിനി ആ വീട്ടിൽ നിങ്ങളോടൊപ്പം ഒരിക്കലും കഴിയുവാൻ പറ്റില്ല. ഒരു കുറ്റവാളിയെപ്പോലെ. മാപ്പ് എന്ന് അനാമിക. ദമയന്തിയുടെ കയ്യിലിരുന്ന ആ കത്ത് വിറച്ചു. 2 ദിവസമായി പട്ടിണി കിടക്കുന്ന മകൾക്ക് അത്താഴം കൊടുക്കുവാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് കയറി ചെന്നതായിരുന്നവർ. പക്ഷേ തീരെ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും ചോരപ്പുഴ ഒഴുകി. നെഞ്ചൊക്കെ വിങ്ങുന്നത് പോലെ ഒരവസ്ഥ. എത്രയൊക്കെ കുറ്റം ചെയ്തവളാണെങ്കിലും വീട് വിട്ടിറങ്ങിപ്പോയ മൂത്ത മകളെ ഓർത്ത് അവരുടെ നെഞ്ചു പിടഞ്ഞു. എത്ര വലുതായാലും മക്കളെന്നും അമ്മമാർക്ക് കുഞ്ഞുങ്ങളാണല്ലോ. പക്ഷെ അപ്പോഴും ആദിയെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ തളർത്തിയിരുന്നു. സ്വന്തം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മഹർഷിയെ ചതിച്ച മകളുടെ മനസ്സിനെ ദമയന്തി അങ്ങേയറ്റം വെറുത്തുപോയി. അവൾക്ക് പറയാമായിരുന്നു, ആദ്യമായിട്ടുള്ള കല്യാണത്തിന് താൻ വാശി പിടിച്ചപ്പോഴെങ്കിലും സ്വന്തം അസ്തിത്വം അവൾക്ക് വെളിപ്പെടുത്താമായിരുന്നു. പതുക്കെയെങ്കിലും തങ്ങളും അവളെ മനസ്സിലാക്കിയനെയല്ലോ. അങ്ങനെയെങ്കിൽ ആദിയുടെ ജീവിതം നശിക്കില്ലായിരുന്നു. അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഇതൊക്കെ താനും ഒരു കാരണമായിരുന്നല്ലോ എന്നോർത്തപ്പോൾ ദമയന്തി സ്വയം നീറിപ്പുകഞ്ഞു. എന്താ അമ്മേ? കഞ്ഞി കോരി കുടിക്കുന്നതിനിടയിൽ ദേവൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. മതിയായടാ. നിസ്സഹായതയിൽ നിന്നും ഉരുവായ 2 തുള്ളി കണ്ണുനീര് സരസ്വതിയുടെ കവിളിലേക്ക് വീണ് ചിന്നിച്ചിതറി. എന്തോരം മരുന്ന് കഴിക്കാനുള്ളതാ, ഇതും കൂടി കുടിക്കമ്മേ. അവരുടെ കവിളിനെ നനവിനെ ഇടം കൈയാൽ തുടച്ചുകൊണ്ട് ദേവൻ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. മനസ്സില്ലാ മനസ്സോടെ വായ തുറന്നു കഴിക്കുമ്പോൾ മകൻ്റെ ജീവിതം താൻ കാരണം തകരുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു അവരപ്പോൾ. ദേവാ. ആഹാരം കഴിപ്പിച്ചതിന് ശേഷം തൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുവാനായി ഒരുങ്ങിയ മകൻ്റെ കയ്യിൽ അവരുടെ ബലമില്ലാത്ത ശോഷിച്ച ഇടം കൈ പിടുത്തമിട്ടു. എന്താ അമ്മേ? കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാനായി ഒരുങ്ങിയവൻ വീണ്ടും ഇരുന്നിടത്ത് തന്നെ ഇരിപ്പുറപ്പിച്ചു. അമ്മയെ സംശയത്തോടെ ഉറ്റുനോക്കിക്കൊണ്ട്. ദിവ്യ, അവള് പാവാ മോനെ. ഞാൻ കാരണം നിങ്ങൾ രണ്ടും തമ്മിലൊരു വഴക്കുണ്ടാവരുത്. വളരെ പതുങ്ങനെയായിരുന്നു അവർ സംസാരിച്ചത്. അതും വാക്കുകൾ വിട്ടുവിട്ട്. ഇത്തിരി ഉച്ചത്തിൽ സംസാരിച്ചാലോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനങ്ങിയാലോ, ശ്വാസം കിട്ടാതെ പുളയുന്ന തൻ്റെ അവസ്ഥ കുറച്ചു നാളുകൾ കൊണ്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ സരസ്വതി സംസാരം തന്നെ നിർത്തിയിരുന്നു. വേണ്ടമ്മേ, അമ്മയും കൂടി ഇങ്ങനെ പറയരുത്. അതിപ്പോൾ ഒരടഞ്ഞ അധ്യായമാണ്. വല്ലാത്തൊരു മുറുക്കമുണ്ടായിരുന്നു ദേവൻ്റെ വാക്കുകളിൽ. മോനെ, ഇത് ജീവിതമാണ്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നിന്റെ മോൻ, അവനൊരമ്മയില്ലാതാവും. സരസ്വതി ഭയത്തോടെ പറഞ്ഞതും ആ പേടി പതിയെ ദേവനിലേക്കും പടർന്നു. തൻ്റെ മോൻ, അവനൊരമ്മ വേണ്ടേ? സരസ്വതിയെ പുതപ്പിച്ച് കിടത്തിയിട്ട് മുറിക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ ആ ചോദ്യമായിരുന്നു. വേണം. പക്ഷെ ദിവ്യയുടെ സ്വഭാവം? എന്തുകൊണ്ടോ രണ്ടാമതൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അവന് തോന്നിപ്പോയി. അടുക്കളയിൽ കയറി കൈയും മുഖവും ഒന്ന് കഴുകിയിട്ട് നേരെ സ്വന്തം മുറിയിലേക്ക് നടന്നവൻ ഉറങ്ങിക്കിടക്കുന്ന മകൻ്റെ നെറ്റിയിൽ ഒരുമ്മ കൊടുത്തിട്ട് അവൻ അരികിലേക്കായി കിടക്കുമ്പോൾ മനസ്സ് വല്ലാതെ സംഘർഷമാകുന്നത് അവൻ അറിഞ്ഞു. ഇനി എന്ത്? നാളേക്കുള്ള ജീവിതം എങ്ങനെയായിരിക്കും? മോൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിലുപരി അവനെ ചിന്തിപ്പിച്ചത് അമ്മയുടെ ദയനീയമായ അവസ്ഥയാണ്. എല്ലാത്തിനും ഒരു പരിഹാരം കാണണം. അവൻ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു. പകുതി ശൂന്യമായ കട്ടിൽ അവനെ അപ്പോൾ വേദനിപ്പിച്ചില്ലായിരുന്നു. അതേസമയം സ്വന്തം വീട്ടിൽ മൂക്കുമുട്ട ഭക്ഷണവും കഴിച്ച് സുഖനിദ്രയിലായിരുന്നു ദിവ്യ. അപ്പുറത്തെ മുറിയിൽ അവളെക്കുറിച്ച് നടക്കുന്ന ഭാരിച്ച സംഭാഷണങ്ങളൊന്നും അറിയാതെ. ഇത്രയൊക്കെ ആണെങ്കിലും കെട്ടഴിച്ചു വിട്ട പെണ്ണ് കെട്ടിയോനെയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ കുടികിടപ്പിന് വന്നാൽ ഇന്നത്തെ കാലത്ത് ഏത് നാത്തൂനാണ് സഹിക്കുക? മർഷി,
അങ്ങോട്ടും ഇങ്ങോട്ടും പമ്മി നോക്കി കള്ളത്തരം കാട്ടി ഉമ്മറത്തു നിന്ന് ഹാളിനകത്തേക്ക് കയറി വരുന്ന കുറുമ്പിയെ കാണുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോയില്ല. അല്ല പിന്നെ മുഖത്ത് മുഴുവൻ പെയിൻ്റ് അടിച്ച് വൃത്തികേടാക്കി അവിടെ ഇവിടെയൊക്കെ മുന്നിൽ എന്നെ നാണം കെടുത്തിയിട്ട് ഈ കുരുപ്പ് അത്ര പെട്ടെന്നൊന്നും മിണ്ടാൻ പാടില്ല. മുഖവും വീർപ്പിച്ച് കള്ളപ്പിണക്കത്തോടെ തിരിഞ്ഞിരുന്നു കൊണ്ട് ഏതോ മ്യൂസിക് ചാനലിലെ പാട്ടും കേട്ടുകൊണ്ടിരുന്നവൻ മനസ്സിൽ പിറുപിറുത്തു. മർഷി, ഇത്തവണ അടുത്ത് വന്നവൻ്റെ കയ്യിലൊന്ന് തട്ടി വിളിച്ചു പെണ്ണ്. പക്ഷേ കുഞ്ഞിപ്പെണ്ണിനെ നോക്കാതെ അവളുടെ മുഖത്തെ കുറുമ്പുകൾ ഒളിക്കണ്ണിട്ട് ആസ്വദിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ചെക്കനപ്പോൾ. മുഖം വീർപ്പിച്ചു വെച്ച് കീഴ്ച്ചുണ്ട് പുറത്തേക്ക് ഉന്തിച്ച് കണ്ണുകൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ നോക്കുന്നുണ്ട് പെണ്ണ്. അവൻ ആ കുഞ്ഞിനെ എടുത്ത് ആവോളം പുണരണമെന്നുണ്ടായിരുന്നപ്പോൾ കുറേ ഉമ്മകൾ കൊടുക്കണമെന്നുണ്ടായിരുന്നു. കളി പറയണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും ആദ്യം അത് മനസ്സിൽ അടക്കി പിടിച്ചു. ഇനി ആ പെണ്ണ് തന്നെ എന്ത് ചെയ്യുവാൻ പോകുക എന്നുള്ള ആകാംക്ഷയോടെ. അതേ, സോറിയേ. ഇനിയും തന്നെ നോക്കാതിരിക്കുന്ന മഹർഷിയെ സങ്കടം നിറച്ചതും തൻ്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് സ്വന്തം ചെവിക്കുടയിൽ പിടുത്തമിട്ട് പെണ്ണ്. എന്നിട്ടും നോക്കുന്നില്ലെന്ന് കണ്ടതും തത്തമ്മ അവൻ്റെ മടിയിലേക്ക് ചാടിക്കയറിയിരുന്നു കഴുത്തിൽ കൈകളിട്ട് വട്ടം ചുറ്റി പിടിച്ചു. മഹർഷിയുടെ ചുണ്ടിൽ പൊടുന്നതിനെ ഒരു ചിരി വിടർന്നു. എങ്കിലും അവളുടെ കൊഞ്ചലുകൾ ഇനിയും കേൾക്കാൻ വേണ്ടി അവൻ മൗനം പൂണ്ടു. ഞാൻ ചുമ്മാ എഴുതാ, എൻ്റെ മഹർഷിക്ക് സങ്കടായോ? അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു കൊണ്ട് ആ തോളിലേക്ക് താടി മുട്ടിച്ചവൾ. എന്നിട്ടും മിണ്ടാതിരിക്കുന്ന ആദിയെ സംശയത്തോടെ പെണ്ണ് തലചരിച്ചു നോക്കി. ഇപ്പോഴും ടി വിയിലേക്കാണ് മഹർഷിയുടെ നോട്ടം. എന്നെ ഒന്നും നോക്കുന്നില്ല, തത്തമ്മേന്ന് വിളിക്കുന്നില്ല, ഉമ്മ തരുന്നില്ല, കെട്ടിപ്പിടിക്കുന്നില്ല, നോക്കിച്ചിരിക്കുന്നില്ല. കുഞ്ഞിപ്പെണ്ണ് അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. അതിൻ്റെ ഫലമായി ആ ഉണ്ട കവിളുകൾ വീർക്കുവാനും കുഞ്ഞി ചുണ്ടുകൾ വിതുമ്പുവാനും തുടങ്ങി. മർഷി ഒരു വട്ടം കൂടെ വിളിച്ചപ്പോഴേക്കും തത്തമ്മയുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്ന് അവൻ്റെ ചുമലിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. തത്തമ്മേ! കുഞ്ഞിൻ്റെ പൊടുന്നനെയുള്ള കരച്ചിൽ കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. എന്താടി ഇത്? അവൻ അവളുടെ മുഖത്ത് പടർന്ന കണ്ണുനീരിനെ പെരുവിരൽ കൊണ്ട് തുടച്ചു കളഞ്ഞു, ചങ്ക് പറയുന്ന വേദനയോടെ. അവളെ ഒന്ന് കുറുമ്പ് പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. പക്ഷേ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇങ്ങനെയൊരു മാറ്റം അവൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല. കരയല്ലേ, ഞാൻ എൻ്റെ മോളെ കളിപ്പിച്ചതല്ലേ. ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവന് സ്വയം പുച്ഛം തോന്നിപ്പോയി. അവളെ വേദനിപ്പിച്ചതോർത്ത് കുറ്റബോധത്തോടെ ആദിയുടെ നെഞ്ചൊന്നുലഞ്ഞു. സോറി പൊന്നെ, കരയില്ലേ. കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖമാകെ അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു, ഒരു പ്രായച്ചിത്തം പോലെ. അവൻ്റെ ആ പ്രവൃത്തിയിൽ കരച്ചിൽ നിർത്തിയെങ്കിലും ആ ഉണ്ടക്കവളിലെ പരിഭവം തെല്ലും മാറിയുന്നില്ല. മർഷി എന്നോട് മിണ്ടിയില്ല. പിണക്കത്തോടെ ആദിയുടെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി. മിണ്ടിയല്ലോ. ഉള്ളം വിങ്ങിയെങ്കിലും അവളുടെ മൂക്കിൻ തുമ്പിൽ അവൻ മൂക്കിട്ടുരച്ചു. കെട്ടിപ്പിടിച്ചില്ല. അടുത്ത സങ്കടം അവളിൽ നിന്ന് ഉടനടി പുറത്തേക്ക് തെറിച്ചു. പിടിച്ചല്ലോ. ഒന്നും കൂടി ആ കുഞ്ഞിനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ നെറുകയിൽ തൻ്റെ ചുണ്ടുകൾ പൂഴ്ത്തി വെച്ചവൻ. ഉമ്മ തന്നില്ല. അവൻ്റെ മാറിൽ മുഖമുരുട്ടിക്കൊണ്ട് അടുത്ത സങ്കടം അവൾ പറഞ്ഞു. തന്നല്ലോ പൊന്നെ. അത് പറയുമ്പോൾ ഇടതടവില്ലാതെ അവൻ്റെ അധരങ്ങൾ അവളിൽ വാത്സല്യത്തോടെ പതിഞ്ഞുകൊണ്ടിരുന്നു. എന്നെ തത്തമ്മയെന്ന് വിളിച്ചില്ല. പെണ്ണൊന്ന് ഏങ്ങിപ്പോയി. ആ കുഞ്ഞു മനസ്സിന് താൻ ഇത്രയും സങ്കടം കൊടുത്തല്ലോ എന്ന ചിന്തയിൽ ആദിയുടെ കണ്ണുകളും ചുവന്നു കലക്കി. എൻ്റെ തത്തമ്മേ. അവൻ അവളെ ഇറുക്ക കെട്ടിപ്പിടിച്ചു. നെറുകയിലും പുറത്തും തഴുകിക്കൊടുത്തു. ഉമ്മകൾ കൊണ്ട് ആ കുഞ്ഞു മുഖം മുഴുവനും നിറച്ചു. അറിയില്ലായിരുന്നവന് നെഞ്ചിലുള്ള സ്നേഹം അവളോട് എങ്ങനെയപ്പോൾ പ്രകടിപ്പിക്കണമെന്ന്, എൻ്റെ പൊന്നിൻ്റെ സങ്കടങ്ങൾ എങ്ങനെ മായ്ച്ചു കളയണമെന്ന്. പക്ഷേ ആ സ്നേഹച്ചൂടിൽ മയങ്ങിപ്പോയവൾ പിണക്കം മറന്ന് ചിരിക്കുവാനായി തുടങ്ങി. അത് കണ്ടതും ആദിയുടെ മനസ്സും ചെറുതായി ഒന്ന് തണുത്തു തുടങ്ങി. പക്ഷേ ഇതിനെല്ലാം സാക്ഷിയായി നിന്നിരുന്ന ദേവിയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞ് താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. മിനി എന്തു പറഞ്ഞു ആദി? അത്താഴം കഴിഞ്ഞ് ഉമ്മറത്തെ ചാരുകസേരയിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നയാൾ തനിക്കെതിരായി നിൽക്കുന്ന മകൻ്റെ നേരെ ഉറ്റുനോക്കിക്കൊണ്ട് തിരക്കി. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ സുധിയുടെ കേസ് കോടതിയിൽ ചെല്ലും. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന്. സോപാനപ്പടിയിലേക്ക് ചാരിയിരുന്നു കൊണ്ടവൻ
വിഷയത്തിനുള്ള മറുപടി നൽകി. ഇങ്ങനെയൊരു പോക്സോ കേസ് കോടതിയിൽ തെളിഞ്ഞാൽ ദേവികയുമായിട്ടുള്ള സുധിയുടെ വിവാഹമോചനം പെട്ടെന്ന് നടക്കാൻ വല്ല ചാൻസും ഉണ്ടോടാ? ആദിയുടെ അടുത്തായിരുന്ന അഭി തൻ്റെ സംശയം മറച്ചു വെച്ചില്ല. എത്രയും പെട്ടെന്ന് നടത്താമെന്നാ വിനയ് പറയുന്നേ. ആദിയുടെ നോട്ടം അപ്പോൾ അച്ഛനിൽ നിന്ന് സഹോദരൻ്റെ നേരെ നീങ്ങി. എന്തായാലും വേണ്ടില്ല, അവർ തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. അവളെയും കൊച്ചിനെയും ഇനി ഇങ്ങനെ മാറ്റി നിർത്താൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നില്ല വിശ്വേട്ടാ. ഇപ്പോൾ തന്നെ തത്തമ്മയ്ക്ക് ഇവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ കെട്ടുകഴിയാതെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ദേവിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെയാ. രാധമ്മ തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു. കല്യാണം കഴിയുന്നിടം വരെ അവൾ ഇവിടെ നിന്നെന്ന് വെച്ചോ, ഇവൻ വീട്ടിൽ പോയി കിടന്നെന്ന് വെച്ചോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രാധേ. നാട്ടുകാരെന്തു പറയുമെന്നല്ല നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, കുഞ്ഞിൻ്റെ അവസ്ഥയാണ് നോക്കേണ്ടത്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ അവളൊന്ന് ഓക്കെ ആവുന്നിടം വരെ അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്. വിശ്വത്തിൻ്റെ കണ്ണുകളിൽ അപ്പോൾ തത്തമ്മയെ ഓർത്തുള്ള വാത്സല്യമായിരുന്നു. വിശ്വട്ടൻ പറഞ്ഞത് ശരിയാ, പക്ഷേ അവളുടെ ഉള്ളിലുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. അവർ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് സോപാന പടിയിലേക്ക് ചാരിയിരുന്നു. ആ, ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചോളാം. നമ്മളൊക്കെ എന്ത് കരുത് എന്നാവും ആ കുട്ടി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അയൽ കസേരയിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് ഗസ്റ്റ് ഹൗസിന് നേർക്ക് നോട്ടം പായിച്ചു. കഴിപ്പും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയതാണ് ദേവിക. കുഞ്ഞിൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ലെന്ന് അയാൾ ഓർത്തു. സുധിയുടെയും ദേവികയുടെയും ഡിവോഴ്സ് അത് എത്രയും പെട്ടെന്ന് നടക്കണം ആദി. വിവാഹമോചനത്തിനുള്ള അപേക്ഷ കൊടുത്തിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 5-6 മാസം തന്നെ ആയില്ലേ? കുറച്ചു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിഷം വീണ്ടും അവനോട് തിരക്കി. ആ, ആയി, ഞാൻ ശരിയാക്കിക്കോളാം, അത് പെട്ടെന്ന് കിട്ടിക്കോളും. അത്രയും ഉറപ്പോടെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നീട് എല്ലാവരെയും ഒന്നുകൂടി നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ചേച്ചി, ഈ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിവിടെ തുടരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ കെട്ടിയോൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്, അല്ലാതെ സ്വന്തം വീട്ടിലല്ല. ദിവ്യയോട് അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ത്വരിമ്പും കുറ്റബോധം ആതിരയ്ക്ക് തോന്നിയിരുന്നില്ല. നീ എന്താ ആതിര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങോട്ട് പോകുമെന്നാ നീ പറയുന്നത്? ദിവ്യ ദേഷ്യത്തോടെ അവൾക്ക് നേരെ ചീറി. വന്നു നിന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ആതിരയുടെ അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഈ സംസാരം. എന്നിട്ട് അത് നേരെ ചോദിക്കുമ്പോൾ മെനക്കെടാഞ്ഞത് ഇത് തൻ്റെയും കൂടി വീടാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ അവളെ പേടിച്ചിട്ടല്ല. ദിവ്യ അമർഷത്തോടെ ചിന്തിച്ചു. ചേച്ചിയുടെ വീട്ടിൽ എന്ത് കുറവായിട്ടുണ്ടായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എൻ്റെ അറിവ് ചേച്ചിയുടെ ഭർത്താവ് ദേവേട്ടൻ ഒരു കുടിയനല്ല, ജോലിയില്ലാത്തവനല്ല, കുടുംബം നോക്കാത്തവനല്ല. പിന്നെ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ചേച്ചി മോനെ അവിടെ ഇട്ടിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? ആതിരയുടെ ശബ്ദം ആദ്യമായി ആ വീട്ടിൽ ഉയർന്നു. ഇതവിടെയും കൂടെ വീടാ. അവൾ ഇവിടുന്ന് എന്തിനാ ഇറങ്ങിപ്പോണത് ആതിരെ? അല്ലെങ്കിൽ തന്നെ നീ അവളെ ചോദ്യം ചെയ്യാൻ നീ ഇവിടുത്തെ ആരാ? എല്ലാം കേട്ടുകൊണ്ടിരുന്ന ദിവ്യയുടെ അമ്മ വിലാസിനിക്ക് തൻ്റെ മകളെ മരുമകൾ ചോദ്യം ചെയ്യുന്നത് കണ്ടു നിൽക്കാനായില്ല. ആഹാ, അപ്പോൾ അമ്മയ്ക്കറിയാം മോൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ സ്വന്തം വീട്ടുകാരല്ലാതെ വേറെ ആരും നോക്കാനുണ്ടാവില്ലെന്ന്. എന്നിട്ട് ദേവിയുടെ കാര്യത്തിൽ ചേച്ചിക്ക് ഇതൊന്നും ബാധകമല്ലായിരുന്നോ? ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആ വീട് വിട്ടിറങ്ങിപ്പോന്ന ദേവി ചേച്ചിയെ സ്വന്തം വീട്ടിലൊരു രാത്രി പോലും കഴിയാൻ ദിവ്യ ചേച്ചി സമ്മതിച്ചില്ലല്ലോ. അതെന്താ അങ്ങനെ? ദിവ്യയോടുള്ള അമർഷം ആതിരയിൽ അണപൊട്ടി. നീ ആരാടി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ? നീ ഇവിടെ വന്നു കയറിയ മരുമകളാണ്, കൂടുതൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ആതിരയുടെ ചോദ്യം ചെയ്യലിൽ ഉത്തരം മുട്ടിപ്പോയി ദേവികയ്ക്ക്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ചേച്ചി? ചെന്ന് കയറിയ വീട്ടിലെ മരുമകളായിരുന്നില്ലേ ചേച്ചിയും? എന്നിട്ട് ചേച്ചി എന്തേ അവിടെ കാട്ടിക്കൂട്ടിയത്? എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. പൊടുന്നനെ അങ്ങോട്ടേക്ക് കയറി വന്ന ദിവ്യയുടെ അനിയൻ വിഷ്ണുവിൻ്റെ വകയായിരുന്നു ആ ചോദ്യം. അകത്ത് നടന്ന സംസാരങ്ങൾ അവൻ കേട്ടെന്ന് ഇതിനോടകം തന്നെ ദിവ്യയ്ക്കും വിലാസിനിക്കും മനസ്സിലായിരുന്നു. ദിവ്യ ഒന്ന് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അനിയനെ നോക്കിപ്പോയി. ആദ്യമായിട്ടാണ് തൻ്റെ അനിയൻ തനിക്ക് നേരെ നിന്ന് സംസാരിക്കുന്നത്. അതും ആതിരയുടെ മുൻപിൽ വെച്ചായതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് കടുത്ത അപമാനം അനുഭവപ്പെട്ടു. മോനെ, എടാ അത്... വിലാസിനി എന്തോ പറയാനായി തുടങ്ങിയതും വിഷ്ണു കൈ ഉയർത്തി അത് തടഞ്ഞു. അമ്മ കൂടുതലൊന്നും ഇവിടെ സംസാരിക്കണ്ട. ഇവിടെ ആതിര ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. ദേവിയ ചേച്ചിക്ക് അവരുടെ ഈ വീട്ടിലില്ലാത്ത അവകാശമൊന്നും അനുവാദവും ഒന്നും എൻ്റെ ചേച്ചിക്കും സ്വന്തം വീട്ടിൽ നിന്നും കിട്ടുകയില്ല. മകൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ വിലാസിനി പരുങ്ങി കളിച്ചു.
ദിവ്യയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. സ്വന്തം മകനെ പോലും ഉപേക്ഷിച്ചു വന്ന ചേച്ചി ഒരമ്മയാണോ എന്നാ എൻ്റെ ഇപ്പോഴത്തെ സംശയം വിഷ്ണുവേട്ടാ. ആതിരയുടെ ഒരു ചോദ്യം ദിവ്യയുടെ അഹങ്കാരത്തിന് മുകളിൽ അടിച്ച അവസാനത്തെ ആണിയായിരുന്നു. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടാൻ മറക്കരുത്. പിന്നെ സ്റ്റോറി വായിക്കുന്നവർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുകയും വേണം കേട്ടോ. എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റോറി ഇട്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നാളെ കാണാം. ഹാവ് എ ഗുഡ് ഡേ.